അതുപോലെ തന്നെ നീതിയുക്തമായിരിക്കണം. ഷറഅില് കച്ചവടമാകട്ടെ, സാമ്പത്തിക ഇടപാടുകളാകട്ടെ, അതിനൊരു നീതിപൂർവകമായ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഖിയാറുൽ മജ്ലിസ് എന്ന് പറയുന്നത് ഷറഅ് നൽകുന്ന ഒരു വ്യക്തിക്കുള്ളൊരു സ്വാതന്ത്ര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു വിൽക്കപ്പെടുന്ന സന്ദർഭത്തിൽ അത് കച്ചവടം ചെയ്യാൻ വേണ്ടി വിൽക്കുന്ന വ്യക്തിയും വാങ്ങിക്കുന്ന വ്യക്തിയും പരസ്പരം ഡിസ്കസ് ചെയ്യുന്നു. ആ കച്ചവടം പൂർത്തിയാക്കി പരസ്പരം വേർപിരിയുന്നതിന് മുൻപായി കച്ചവടത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള സ്വാതന്ത്ര്യം രണ്ടുപേർക്കുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ പറയാൻ, നിങ്ങൾക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ആ ഒരു ഡീലിൽ നിങ്ങൾ പ്രവേശിക്കാൻ നിർബന്ധമായി നിങ്ങൾ വാങ്ങിയിരിക്കണം, അല്ലെങ്കിൽ നിർബന്ധമായി നിങ്ങൾ വിറ്റിരിക്കണം, നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി എന്നൊക്കെ രൂപത്തിലുള്ള കച്ചവടങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ബൈഉൽ ഗറർ, നൽകുന്ന പണത്തിന് പകരമായി ലഭിക്കുന്നത് എന്ത് എന്ന് കൃത്യമായി വ്യക്തതയില്ലാത്ത കച്ചവടങ്ങൾ, ഊഹക്കച്ചവടങ്ങൾ ഇസ്ലാം വിലക്കുന്നു. അതുപോലെ തന്നെ കച്ചവട രംഗത്ത് ഒരാൾ മാത്രം നഷ്ടം സഹിക്കുകയും മറ്റുള്ള ഒരു വ്യക്തി അയാൾ ലാഭം മാത്രം എടുക്കുകയും ചെയ്യുന്നതിനെ ഇസ്ലാം വിലക്കുന്നു. അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഗുൻമു ബിൽ ഗുർം, ലാഭം എടുക്കുന്നവൻ നഷ്ടം സഹിക്കാനും അവൻ ബാധ്യസ്ഥനാണ്. ഇങ്ങനെ കൃത്യമായ നീതിയിൽ അധിഷ്ഠിതമാണ്